ഇതിലേതെടുക്കണം? ഞാൻ ഇതെടുക്കാൻ വിചാരിച്ചിട്ടോ. വഴി തെറ്റിയ പോലെ ഉണ്ട് കേട്ടോ, അറോഡ് പൊട്ട പോലെ ഉണ്ട്. ഏതായാലും ചെറുതായിട്ടൊരു പേടിയുണ്ട് കേട്ടോ, പറയാൻ കാരണം കംപ്ലീറ്റ് സൈലൻസ് ആട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ കാട്ടിനുള്ളിൽ കയറി. സൂപ്പർ കുതിരയാ മതിനി. കുതിര മാത്രമല്ല, ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് സത്യം പറയുകയാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങാൻ ഒരു മൂഡില്ലാണ്ട് നിൽക്കുമായിരുന്നു. ഇന്ന് ഓഫ് ഡേ ആണ്. പക്ഷേ വീട്ടിൽ മടി പിടിച്ച് വെറുതെ എൻ്റെ സ്ക്രോളിങ് തന്നെ എൻ്റെ പരിപാടി. റൂമിലൊരു ചെക്കന് നിർബന്ധിച്ച് കൊണ്ടുവന്ന സ്പോട്ടാണ്. അപ്പം വലിയ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് പോകുന്ന സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ഡ്രൈവും കാര്യങ്ങളൊക്കെ ആ ഒരു മടുപ്പിലും കാര്യങ്ങളൊക്കെ പോകുന്നത്. പക്ഷേ ഇവിടെ എത്തിയതിന് ശേഷം എല്ലാ തെറ്റിദ്ധാരണകളും മാറിയ ഒരു കിഡിലൻ സ്പോട്ടിലാണ് ഞാനുള്ളത് കേട്ടോ. സ്ഥലത്തിൻ്റെ പേര് ലാൻഡ്വിൻ ബീച്ച് എന്നാണ്. നോർത്ത് വെയിൽസിലെ സ്പോട്ടാണ്. മാപ്പ് ഇട്ടാൽ ഡയറക്റ്റ് ഇങ്ങോട്ട് എത്താൻ പറ്റും. ഇപ്പം ഞാനുള്ളത് വിശാലമായ പാർക്കിങ്ങിലാട്ടോ. ചുറ്റിനും കാടുള്ള പാർക്കിങ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കാണുന്നത് ഫുള്ള് പാർക്കിങ്ങാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർക്കിങ്ങാന്ന് നോക്കിക്കേ. എന്നാൽ നമുക്ക് നമ്മൾ ബീച്ച് കിടക്കുന്ന അവിടെയാണ്. ഇവിടെ നമുക്ക് ലൂ ഉണ്ട് കേട്ടോ, വാഷ്റൂം ഉണ്ട്. അപ്പം ഫുള്ള് ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ചുറ്റിനും എവിടെ നോക്കിയാലും നമുക്ക് ട്രയൽസിന് കേട്ടോ. പിന്നെ ഓരോ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം കൺഫ്യൂഷൻ ആവാനും കാര്യങ്ങളൊന്നുമില്ല. ക്യാമ്പ് വെൻസ് കാണാം, അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്പോട്ടും കാര്യങ്ങളും ഉള്ളൊരു ഇതാട്ടോ. അധിക പേരും ഇവിടെ വരുന്നത് ടെൻ്റ് അടിച്ച് ക്യാമ്പ് ചെയ്യാനും പ്ലസ് ബാർബിക്യൂ ചെയ്യാനും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം ബീച്ചിലോട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബീച്ചിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക്. സമ്മറായി തുടങ്ങിയാണല്ലോ, അപ്പം സമ്മറിൻ്റെ നല്ല വൃത്തിയുള്ള ക്ലൈമറ്റ് ഉണ്ട്. കാറ്റ് അതിഗംഭീരമായിട്ടുള്ള കാറ്റുണ്ട് കേട്ടോ. കാറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലേക്ക് നടക്കാൻ കഴിയില്ല, ചിലപ്പോൾ നമുക്ക് റിവേഴ്സ് എടുക്കേണ്ടി വരും. നല്ല കാറ്റാട്ടോ. അപ്പം കാറ്റിനൊപ്പം തന്നെ അതിൻ്റെ ഒരു സുഖമുള്ളൊരു തണുപ്പും കാര്യങ്ങളും ഉണ്ട്. പാർക്കിങ്ങിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ ബോർഡും കാര്യങ്ങളും കാണാം. പാർക്കിങ്ങിൽ നിന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബീച്ചിൻ്റെ മണൽ എത്തിട്ടോ. സൺഗ്ലാസ് എന്തെങ്കിലും ഇട്ട് പോരണം കേട്ടോ, നിർബന്ധമാണ്. സൺഗ്ലാസ് വേണമെന്നില്ല, എന്തെങ്കിലും ഗ്ലാസ് പറഞ്ഞാൽ നല്ല പൊടി കേട്ടോ. ഇവിടെ പാർക്കിങ്ങിന് ഇച്ചിരി നല്ല എക്സ്പെൻസീവ് ആട്ടോ. നമുക്ക് 15 മിനിറ്റ് എന്തോ ഫ്രീ പാർക്കിംഗ് കിട്ടുന്നുള്ളൂ. അതിൻ്റെ ശേഷമുള്ള പാർക്കിങ്ങിനൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് എടുക്കണം. നമ്മൾ 3 മണിക്കൂറിനാണ് പാർക്കിംഗ് എടുത്ത്. 3 മണിക്കൂറിന് ലൈക്ക് നിയർലി 7 pounds വരുന്നുണ്ട് കേട്ടോ. പക്ഷേ നമുക്കൊരു ദിവസം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഓൾ ഡേ പാർക്കിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് 15 pound. അത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡേ നമുക്ക് പാർക്ക് ചെയ്യാം കേട്ടോ. അപ്പം വേണ്ട എന്തൊക്കെ ടൈപ്പ് ട്രയൽസ് ഉണ്ട്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒക്കെ എല്ലാ സംഗതികളും ഇവിടെ ബോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പോകേണ്ട റൂട്ടും കാര്യങ്ങളും എല്ലാം ഇവിടെ വളരെ കറക്റ്റായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. മണൽ കണ്ണൊക്കെ അടിച്ചിട്ട് കാണില്ല. അയ്യോ, കണ്ണുക്കൊക്കെ മണൽ പോയി. ഇപ്പോൾ കാറ്റ് കുറച്ച് കുറവുണ്ട്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വുഡ്സ് ഉണ്ട്. നമുക്ക് വുഡ്സിൻ്റെ ഇടയിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ട്രെയിറ്റ് ടു ദ ലൈറ്റ് ഹൗസ്. നമ്മളിപ്പോൾ ബീച്ചിൻ്റെ സൈഡിലൂടെയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് വ്യൂ കണ്ടാൽ മനസ്സിലാവും. ബീച്ച് ഇവിടെ നമുക്കെല്ലാം വൃത്തിക്ക് കാണാം കേട്ടോ. പക്ഷേ അവിടെ നിന്നുള്ള കാറ്റ് ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ മേത്തേക്ക് തട്ടുമ്പോൾ ആകെ ഫിൽറ്ററായിട്ടാണ് കാറ്റ് വരുന്നത്. നേരത്തെ പോയപ്പോൾ ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുന്ന പൊടിയും മണലൊക്കെ പാടെ. സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ല. ഇതൊക്കെ ശരിക്കും പറയാന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. വീണ്ടും കൊടുങ്കാറ്റിക്ക് എത്തി കഴിച്ച്. അപ്പോൾ നടന്നു വന്ന് ചെറിയ കാട് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ഓപ്പൺ സ്പേസൊക്കെ എത്തി. ഇനി ഇങ്ങനെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ പോകാണ്ട്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും പോവാം. ഇത് വണ്ടി പോണ സ്ഥലം കേട്ടോ. ഓക്കെ, നമ്മൾ കാട് കൂടെ വന്നിട്ട് പിന്നെ വണ്ടി പോണ സ്ഥലത്തേക്ക് എത്തി. ഇനി അടുത്ത കാട്ടിൽ ക്രോസ് ചെയ്യണം. സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ഗൈസ് മൂവിയിൽ കാണുന്ന സ്ഥലം പോലെ. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഗൈസ് നമുക്കിവിടെ 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഒന്നെങ്കിൽ അതിലൂടെ കയറാം. അത് നമുക്ക് ആ ലൈറ്റ് ഹൗസിൻ്റെ വ്യൂ തന്നുകൊണ്ടുള്ള ഇതാണ്. വിൻഡ് ഭയങ്കര വിൻഡാണ്. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു വഴിയുണ്ട്, ഇതിലൂടെ പോവാം. ഇതിലേതെടുക്കണം? ഇതിലൂടെ പോവാം. അപ്പം ഞാൻ ഇതെടുക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ലോസ്റ്റ് ആയ പോലെ ഉണ്ട് കേട്ടോ. ഇതെവിടെ എങ്ങനെ പോകാമെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ഇതിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ വഴി തെറ്റിയ പോലെ ഉണ്ട് കേട്ടോ. ലൈറ്റ് ഹൗസൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ട് അറോഡ് പൊട്ട പോലെ ഉണ്ട്. ഏതായാലും പക്ഷേ രസമുണ്ട്. ചെറുതായിട്ടൊരു പേടിയുണ്ട് കേട്ടോ. പറയാൻ കാരണം കംപ്ലീറ്റ് സൈലൻസ് ആട്ടോ. ഒന്നും കേൾക്കാനില്ല. നമ്മൾ ചുറ്റിനും ആരുമില്ല. കുറച്ച് നേരമായിട്ട് ഞാൻ ഇതന്നെ പരിപാടി നടന്നുകൊണ്ടൊക്കെ തന്നെയാണ്. അടിപൊളി. നമുക്ക് നല്ല തിരമാലൻ്റെ സൗണ്ട് നമുക്ക് നല്ല വൃത്തി കേൾക്കുന്നുണ്ട്. എന്തൊക്കെ ബേർഡ്സ് കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ബട്ടർഫ്ലൈസ് ഉണ്ട്. 1-2 കണ്ടുണ്ട് അതിനെ ബട്ടർഫ്ലൈസ്. പക്ഷേ ക്യാമറയിൽ എപ്പോഴത്തേനും എടുക്കാൻ പറ്റില്ല. ആകെ കളർ ഇട്ടോ. അവിടെ ഫുൾ കളറാണ്.
പിന്നെ നമുക്ക് നമ്മളെ സൗണ്ട് തന്നെ കേൾക്കൂട്ടോ. അത് കോമഡിയാണ്. കിഡിലെ എക്സ്പീരിയൻസ് ഇത് നമുക്ക് വേറെ എവിടെയോ എത്തിപ്പെട്ടൊരു ഫീലാട്ടോ. പിന്നെ ഇങ്ങോട്ടേക്ക് വണ്ടി കയറില്ല, അവിടെ എഴുതി വെച്ചിന്, അതായത് ഇത് ഈ വൈൽഡ് ലൈഫ് ഇത് ഇതേപോലെ നിൽക്കാനും വേണ്ടിയിട്ട് വുഡ്സ് എടുക്കാൻ വരുന്നത്, അതായത് പഴയ വുഡ്സ് എടുക്കാൻ വരുന്ന വണ്ടി, അതായത് ഇവിടെ അതോറിറ്റിയിലുള്ള വണ്ടി തന്നെ മാത്രമേ ഇതിനുള്ളിൽ കയറ്റിയുള്ളൂ. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതും റയറായിട്ട് കണ്ട് അങ്ങനെ ഉള്ളൂ കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് നമ്മൾ മാത്രം. അടിപൊളി. കിളിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ സമയം ഏകദേശം 5:52 കേട്ടോ. നമ്മൾ പോകുന്നത് അവിടുന്ന് ഏകദേശം 5 മണിക്ക് പോകുന്നതാണ്. 1 മണിക്കൂർ നടക്കുക. പക്ഷേ 1 മണിക്കൂർ നടന്നു കേട്ടോ. അതും ലോസ്റ്റായി നടക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവും. ഞാൻ അപ്പോൾ നല്ല അത്യാവശ്യം രീതിയിൽ കൺഫ്യൂസ്ഡ് ആട്ടോ. നമ്മളിത് കൊടുക്കാൻ പോണേ നോ ഐഡിയ. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ബീച്ച് ഓടുമായിട്ടോ. ഇപ്പോൾ ശരിക്കും നമ്മൾ കാട്ടിനുള്ളിൽ കയറി. പിന്നെ ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയും അതിനാട്ടിലും നമുക്ക് ധൈര്യവും തരുന്ന ഒരു കാര്യം എന്താ അറിയോ, ഇവിടെ മൃഗങ്ങളുണ്ടാവില്ല എന്നുള്ള കേട്ടോ. ഇവിടെ പാമ്പില്ല, വേറെയുള്ള ആനിമൽസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. എന്നുള്ള കുറുക്കനുണ്ടാവും, പക്ഷേ കുറുക്കനൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ കഴിയും, അത് കുഴപ്പമില്ല. പക്ഷേ എത്ര ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ നമ്മളൊരു വീഡിയോസ് കാണില്ലേ, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ, മറ്റേ ബിയർ ബാക്ക് കൂടുന്ന സാധനം ഉണ്ടല്ലോ, അതൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് കയറുമ്പോൾ എന്താ വെച്ചാൽ ചെറുതായിട്ടൊരു പേടി കേട്ടോ. എങ്ങാനൊരു സാധനം ഓടി വന്നാൽ എന്താ നിന്ന് കൊടുക്കും, അത്രേ ഉള്ളൂ. സൂപ്പർ. അപ്പോൾ അവിടെ ഞാൻ മാത്രമല്ല, വേറെ ആരോ ഒന്നുണ്ട് കേട്ടോ. കുതിരായ മദീനി, കുതിര മാത്രമല്ല. ഇപ്പം ഞാൻ തിരിച്ച് നമ്മളെ കാർ പാർക്കിലോട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നാൽ എത്തുമായിരിക്കും, മേ ബി എത്തൂലായിരിക്കും, അത് ഉറപ്പില്ലാത്തതുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ റിട്ടേൺ നടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും കാടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിട്ടോ, ബീച്ച് കണ്ടു, സന്തോഷം. നമ്മൾ ആ കാണുന്ന ഭാഗത്തേക്കാണ് നമ്മൾ ലൈറ്റ് ഹൗസ് എന്ന് വിചാരിച്ച് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ലൈറ്റ് ഹൗസ് ഇപ്പം നോക്കിയിട്ട് കാണുന്നില്ല. ഇങ്ങോട്ട് പോകുന്നപ്പോൾ നമ്മൾ ആ കാർഡ് എടുത്തിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഈ സൈഡൊന്ന് പോയി നോക്കുക. നേരത്തെ ലോസ്റ്റ് ആയ പോലെ ഇത് ലോസ്റ്റ് ആവാൻ ചാൻസ് തീരെയില്ല. കാരണം നമുക്ക് കടൽ കാണാം, അതുകൊണ്ട് തന്നെ വലിയ പേടിയില്ല കേട്ടോ. അയ്യോ ഇവിടെ ബെഞ്ച് ഇട്ടിട്ടോ. നമ്മൾ പാർക്കിങ്ങിന് നമ്മൾ ആകെ 3 മണിക്കൂർ നമ്മൾ പാർക്കിംഗ് എടുത്തത്, അതുകൊണ്ട് തന്നെ സമയമില്ല. 6:40 ഇനി കുറച്ച് നടക്കാണ്ട്. ക്ലൗഡും അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ടും നല്ല സൺസെറ്റ് കിട്ടുമെന്നുള്ളൊരു കോൺഫിഡൻസ് കുറവുണ്ട്. ചിലപ്പം കിട്ടിയേക്കാം മേ ബി. അതുകൊണ്ട് നമ്മൾ ആ ഭാഗം നമ്മൾ സെപ്പറേറ്റ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആയിരിക്കുക. പിന്നെ ഈ സ്ഥലത്തേക്ക് എത്താനുള്ള ലൊക്കേഷന് വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ മാപ്പിൽ പിന്നെ ഏതായാലും വണ്ടി പാർക്ക് ചെയ്യുക, നടന്ന് പോന്നാൽ മതി. പക്ഷേ അത്യാവശ്യം ടൈം വേണം. പാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അതിനനുസരിച്ചുള്ള സമയം വെച്ചിട്ട് പാർക്ക് ചെയ്യുക കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സീ ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ.